ഹലോ മക്കളെ, ഓൾട്ടർനേറ്റീവ് കറന്റ് പാർട്ട് 8 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ എ സിയുടെ പവറിനെ പറ്റി, ആവറേജ് പവറിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, കേട്ടിരിക്കുക. നമുക്കറിയാം, ഒരു എ സി എടുത്തു കഴിഞ്ഞാൽ അതിൽ വോൾട്ടേജിന്റെ വാല്യൂ എത്രയാണ്? വി വിച്ച് ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ആണ്. ഒരു LCR സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സൈൻ ഒമേഗ ടി ആണ് കിട്ടുന്നത്, അല്ലേ? കറണ്ടിന്റെ വാല്യൂ എത്രയാണ്? കറണ്ട് I വിച്ച് ഈസ് ഈക്വൽ ടു LCR സർക്യൂട്ടിനാണ്. LCR സർക്യൂട്ടിൽ ഇതാണ് I0 സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. അറിയാമല്ലോ, നമ്മൾ രണ്ടും പഠിച്ചതാണ്. നിങ്ങളാണെങ്കിൽ LCR സർക്യൂട്ടിൽ നമ്മൾ ഇത് രണ്ടിനെ പറ്റി വളരെ വിശദമായിട്ട് കേട്ടതാണ്. വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്, കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്. ഓക്കെ, ശരി. ഇനിയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഈ വോൾട്ടേജ് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആണ്, അല്ലേ? ഓരോ നിമിഷവും വോൾട്ടേജിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കറണ്ടിന്റെ വാല്യൂ ഓരോ നിമിഷവും എന്ത് ചെയ്യാണ്? ടൈം മാറുന്നതനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരം വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഇതൊക്കെ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ആണ്, ഓരോ നിമിഷവും ചേഞ്ച് ചെയ്യുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ പവർ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം, പവർ വിച്ച് ഈസ് ഈക്വൽ ടു VI ആണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ പവർ കണ്ടുപിടിച്ചാൽ വിക്ക് പകരം V0 സൈൻ ഒമേഗ ടി എന്നും, അതുപോലെ കറണ്ടിന് പകരം I0 സൈൻ ഒമേഗ ടി എന്നും, ഒമേഗ ടി അല്ല ഒമേഗ ടി പ്ലസ് 5 എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ നിമിഷത്തെയും പവറിന്റെ വാല്യൂ കിട്ടും. ഇത്തരം പവറിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. എന്ത് വിളിക്കും? ഇൻസ്റ്റന്റേനിയസ് പവർ. അതായത് സമയം മാറുന്നതനുസരിച്ച്, ഈ ടൈം മാറുന്നതനുസരിച്ച് ആരുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും? പവറിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സോ പവർ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ വോൾട്ടേജ്, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. സോ ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് പവർ പറയാൻ കഴിയുമോ? ഫോർ എക്സാമ്പിൾ, ഒരു ഫാൻ വാങ്ങിക്കാൻ പോവുകയാണ്. ആ ഫാൻ ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം പറയുകയാണ് ഓരോ നിമിഷവും ഫാനിന്റെ പവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ വേണ്ടുന്നത്? അതൊരു പർട്ടിക്കുലർ പവർ പറയണമോ? ഒരു പർട്ടിക്കുലർ പവർ പറയണം, ശരിയല്ലേ? ഏത് എക്യുപ്മെന്റിനും അത് ചെലവാക്കുന്ന ഒരു പർട്ടിക്കുലർ പവർ പറയേണ്ടതുണ്ട്. എ സിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ AC കൊടുക്കുന്ന പവറിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? സമയം മാറുന്നതനുസരിച്ച് പവറിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സമയം മാറുന്നതനുസരിച്ച് പവറിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഇൻസ്റ്റന്റേനിയസ് പവർ പറയുന്നത് അത്ര നല്ല കാര്യമല്ല. ഇക്കാര്യം മനസ്സിലായോ? ഇപ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ മീനിങ് എന്താണ്? ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന പവറിനെ, ഓരോ ഇൻസ്റ്റന്റിലെയും പവറിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് പവർ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഇൻ ആൻ LCR സർക്യൂട്ട് അല്ലെങ്കിൽ AC സർക്യൂട്ട്. നമ്മൾ AC സർക്യൂട്ടിനെ ജനറലായിട്ട് LCR സർക്യൂട്ടാണ് കണക്കാക്കുന്നത്. കാര്യം എന്തൊക്കെ ഉണ്ട്? ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, സോ മെയിൻ കോമ്പൗണ്ട്സ് എല്ലാം ഉണ്ടായത് കൊണ്ട് നമ്മൾ പറയും ജനറൽ ഒരു AC സർക്യൂട്ടിൽ ആ പവറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജും അതുപോലെ ഇൻസ്റ്റന്റേനിയസ് കറണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ വാല്യൂ കിട്ടും. പക്ഷെ നല്ലതാണോ? ഇത് നല്ലതല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ആവറേജ് പവർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കാം. ആവറേജ് പവർ, സോ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പവർ വിച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻസ്റ്റന്റേനിയസ് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആദ്യമേ ഇൻസ്റ്റന്റേനിയസ് പവർ കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് I0 സൈൻ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ മക്കളെ, ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. നമുക്ക് ഇവിടെ നിന്നും ആരെ കോമൺ എടുക്കാം, അല്ലെങ്കിൽ ആരെ ഒരുമിച്ച് എഴുതാം? ഈ സൈൻ ഒന്നും ഇല്ലാത്ത ആൾ, സൈനും കോസും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഒരുമിച്ച് എഴുതി V0 I0. പിന്നെ ആരെ ചേർത്ത് എഴുതാം? സൈൻ ഒമേഗ ടി, ഇനി എന്തുണ്ട്? ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇത്ര മനസ്സിലായോ മക്കളെ? ഒന്നുമില്ല, സിമ്പിൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇവിടെ ഏതെങ്കിലും ഡെറിവേഷനുകളെ പേടിപ്പിച്ചായിരുന്നോ? ഇല്ല, എല്ലാം സിമ്പിൾ ചെറിയ ഡെറിവേഷൻസ് ആണ്. നോക്കൂ മക്കളെ, ഇത് സൈൻ A ആണ് ഇൻറ്റു ഇത് സൈൻ B ആണ്. സോ സൈൻ A സൈൻ B എന്താണ്? അപ്പോൾ നിങ്ങൾ പറയണം സൈൻ A സൈൻ B എന്ന് പറഞ്ഞാൽ ഹാഫ്
കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. എന്താണ്? ഹാഫ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. ശരി, അപ്പോൾ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാമല്ലോ. മോഡിഫൈ ചെയ്യാം. നോക്കണം എങ്ങനെ മോഡിഫൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു V0 I0 നമ്മൾ അതുപോലെ എഴുതി. ഇനി സൈൻ എ സൈൻ ബിക്ക് പകരം ഞാൻ പറയണം, എന്ത് പറയണം? ഹാഫ് എന്ന് പറയണം. ഇനി ആര് പറയണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. പിന്നെ ആരുണ്ട്? കോസ് ഉണ്ട്. അടുത്തെന്താണ്? എ മൈനസ് ബി. ഇത് എ, ഇത് മൈനസ് ബി. ഇതിൽ നിന്നും ആരെ കുറയ്ക്കണം? ഇത് കുറയ്ക്കണം. സോ ഇതിൽ നിന്നും ഇത് കുറയ്ക്കണം എന്നാൽ ഒമേഗ ടി മൈനസ് ഓഫ് ഈ സാധനം. ശരിയാണോ? ഒമേഗ ടി ക്യാൻസൽ ആകും. അപ്പോൾ അത് കിട്ടും ആ -5 കിട്ടും. കോസ് മൈനസ് തീറ്റ എത്രയാണ്? കോസ് തീറ്റ തന്നെയാണ്. കോസ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ തന്നെയാണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. 5 എന്താണത്? കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് കോസ്. ഇനി എ പ്ലസ് ബി, ഇത് എ പ്ലസ് ബി, ഇത് ആഡ് ചെയ്ത് നോക്കി. ഈ ഒമേഗ ടീം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഒമേഗ ടി എന്ന് കിട്ടും. പ്ലസ് എന്തുണ്ട്? 5. ഓക്കെ ആണോ മക്കളെ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കറിയാം കോസ് തീറ്റ, കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് എന്താണ്? കോസ് തീറ്റ തന്നെയാണ്. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു V0 I0. നമുക്ക് വേണമെങ്കിൽ ഈ 2നെ എന്ത് ചെയ്യാം? √2 × √2 എന്ന് പറഞ്ഞുകൂടെ മക്കളെ? പറയാം. എന്താണ്? ഈ 2നെ √2 × √2 എന്ന് പറഞ്ഞു. ഇനി 2ന്റെ പറഞ്ഞ ആവശ്യമില്ലല്ലോ? ഇല്ല. ഇനി ആരുണ്ട് ഇവിടെ? കോസ് ഉണ്ട്. പിന്നെ ആരാണുള്ളത്? ഈ -5 എന്നിട്ട് മാറും മക്കളെ, 5 ആയിട്ട് മാറും. മൈനസ് പിന്നെ ആരുണ്ട്? കോസ് 2 ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, ശരി. ഇനി നോക്കടാ, ഇതെല്ലാം എന്താണ്? ഇൻസ്റ്റന്റേനിയസ് പവർ ആണ്, ഇല്ലയോ? P ഇൻസ്റ്റന്റ് ആണ്. സോ P ഇൻസ്റ്റന്റ്, ഇതെല്ലാം ഇൻസ്റ്റന്റേനിയസ് പവർ കണ്ടുപിടിച്ചേക്കുന്നത്. ഓരോ നിമിഷത്തെയും പവർ ഒന്നും മാറ്റിയിട്ടില്ല നമ്മൾ. സോ എന്താണത്? V0 ഡിവൈഡ് ബൈ √2 എന്താണ്? ഇത്രയും ഭാഗം എന്താണ്? അത് VRMS ആണ്. VRMS ആണ്. ഈ I0 ബൈ √2 എന്താണ്? ഇതെന്താണ്? അത് IRMS ആണ്. ഇനി ആരുണ്ട്? കോസ് 5 ഉണ്ട്. മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5 ഉണ്ട്. ശരിയല്ലേ മക്കളെ? ഓക്കെ, ഇനി ഞാൻ ആവറേജ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആവറേജ് എടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം, എനിക്ക് ആവറേജ് വാല്യൂ വേണം. ഇനിയാണ് ഞാൻ ആവറേജ് എടുക്കാൻ പോകുന്നത്. സോ പി ആവറേജ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഇതിൻ്റെ ആവറേജ് എത്രയാണ്? VRMS എന്താണ്? അത് ആവറേജ് തന്നെയാണ്. അതിനൊരു ആവറേജ് ഒന്നുമില്ല. ഇതെന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആണ്, IRMS. ഇനി ആരുണ്ട്? കോസ് ഉണ്ട്. കോസ് 5. അതിന് ആവറേജ് എത്രയാണ്? കോസ് 5 എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ടി വല്ലതും ഉണ്ടോ? ഇല്ല, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ടി ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ ടി ഉണ്ടെങ്കിൽ എന്താണ് ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ കോൺസ്റ്റന്റ് ആവറേജ് എത്രയാണ്? 5ന്റെ ആവറേജ് എത്രയാണ്? 5 തന്നെയാണ്. സോ എന്താണ്? അതുപോലെ എഴുതി. ഇനി എന്താണ്? കോസ് ഒരു വേരിയബിൾ ആണ്. ഇതിന്റെ ആവറേജ് എത്രയാണ് മക്കളെ? കോസ് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാ? കോസിന്റെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുന്നത്. സോ എത്ര പോസിറ്റീവ് ഉണ്ടോ അത്ര എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. സോ കോസിന്റെ ആവറേജ് എത്രയായിരിക്കും? ആവറേജ് വാല്യൂ ഓഫ് കോസ് എത്രയാണ്? ഇൻ എ സൈക്കിൾ എത്രയാണ്? 0 ആണ്. സോ കോസിന്റെ ആവറേജ് വാല്യൂ എന്തായിട്ട് മാറും മക്കളെ? മൈനസ്. ആവറേജ് വാല്യൂ എത്രയാണ് ഇവിടെ? 0 ആയിരിക്കും. കാര്യം എന്താണ്? ആവറേജ് വാല്യൂ ഓഫ് എ കോസ് ഫംഗ്ഷൻ എത്രയാണ്? ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലായി AC-യിലെ പവറിന്റെ ആവറേജ് വാല്യൂ എത്രയാണ്? P ആവറേജ് പവർ വിച്ച് ഈസ് ഈക്വൽ ടു VRMS into IRMS into cos 5 ഈ cos 5 വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. ഇത് വിളിക്കും പവർ ഫാക്ടർ.
പവർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ കോസ് ഫൈയുടെ വാല്യൂ എന്താണ്? ഞാൻ പറയും മക്കളെ കോസ് ഫൈ കണ്ടുപിടിക്കണോ? സോ നമുക്കറിയാം പി ആവറേജ് പവർ വിച്ച് ഈസ് ഈക്വൽ ഇക്വേഷൻ എന്താടാ? മറന്നുപോരുത്, VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. കോസ് ഫൈ എന്താണ്? പവർ ഫാക്ടറാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. എന്തോ ഫൈ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. ശരിയാണോ? നോക്ക്, വോൾട്ടേജ് ട്രയാങ്കിൾ വരച്ച് നോക്കടാ. വോൾട്ടേജ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും, VC മൈനസ് VL. ഓർക്കുന്നുണ്ടോ വോൾട്ടേജ് ട്രയാങ്കിൾ? VR ഇത് I ആണ്. നമ്മൾ പഠിച്ചതാണ്, വളരെ വിശദമായിട്ട് പഠിച്ചതാണ് വോൾട്ടേജ് ട്രയാങ്കിൾ ഒക്കെ അല്ലേ, എഴുതി പഠിച്ചതാണ്. സോ ഇതാണ് ഫൈ എന്ന് പറയുന്നത്. സോ ഇവിടെ കോസ് ഫൈ പറഞ്ഞു തന്നെ, കോസ് ഫൈ പവർ ഫാക്ടർ ഇതാണ് പവർ ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് എത്രയാണ്? VR ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? V. അതാണിത് V. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇംപെഡൻസ് ട്രയാങ്കിൾ എന്നും പറയാം. ഇംപെഡൻസ് ട്രയാങ്കിൾ ഓർമ്മയുണ്ടോ? ഇംപെഡൻസ് ട്രയാങ്കിൾ നിങ്ങൾ പറയും സാർ ഇത് XC മൈനസ് XL ആണ്, ഇതെന്ന് പറഞ്ഞാൽ Z ആണ്, ഇതാണ് ഫൈ എന്ന് പറയണത്. സോ കോസ് ഫൈ പവർ ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എങ്ങനെ പറയാം? അഡ്ജസന്റ് സൈഡ് R ഡിവൈഡ് ബൈ Z ആണ്. ഓക്കെ ആണോ? സോ കോസ് ഫൈൻ്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും, പവർ ഫാക്ടർ. സോ ഒരു LCR സർക്യൂട്ടിൽ ആര് കുറയുന്നതനുസരിച്ച്, ഇംപിഡൻസ് കുറയുന്നതനുസരിച്ച് ആര് കൂടും? നമ്മളുടെ കോസ് ഫൈൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ പറഞ്ഞ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞ റെസൊണൻസ് സമയത്ത് അറ്റ് റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട് ഫൈൻഡ് പവർ ഫാക്ടർ എത്രയായിരിക്കും? എത്രയാണ്? സോ നമ്മൾ പവർ ഫാക്ടറിന്റെ വാല്യൂ എത്രയാണ്? പവർ ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഫൈ ആണ് നമുക്കറിയാം അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു അതിന്റെ വാല്യൂ എത്രയാടാ? R ഡിവൈഡ് ബൈ Z ആണ്. ഫ്രം ഇംപെഡൻസ് ട്രയാങ്കിൾ നമുക്ക് കിട്ടി R ഡിവൈഡ് ബൈ Z ആണ്. അറ്റ് റെസൊണൻസ് Z വിച്ച് ഈസ് ഈക്വൽ ടു R ആണ്. ശരിയാണോ? നമ്മൾ പഠിച്ചതാണ്. റെസൊണൻസ് സമയത്ത് ആരും സെയിം ആയിരിക്കും, Z R സെയിം ആയിരിക്കും, പഠിച്ചതാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ പവർ ഫാക്ടർ കോസ് ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു Z ഡിവൈഡ് ബൈ Z എത്രയാണ്? R ബൈ R എത്രയാണ്? അത് 1 ആണ്. സോ കോസ് ഫൈൻ്റെ വാല്യൂ എത്ര വരും? കോസ് ഫൈ 1 വരും. ഫൈ എത്ര വരും? 0. കോസ് 0 അല്ലേ? ഓൾറെഡി നമുക്കറിയാം റെസൊണൻസ് സമയത്ത് ഫൈൻ്റെ വാല്യൂ എത്രയാണ്? 0 എന്ന് അറിയാം. സോ വെറുതെ ഇട്ട് കൊടുത്താലും മതി. ഓക്കെ ആണോ? സോ പവർ ഫാക്ടറിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇതായിരിക്കും. അങ്ങനെയെങ്കിൽ പറഞ്ഞേ വാട്ട് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് പവർ ഇൻ at resonance? Find the average power in LCR circuit at resonance. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറയും അറ്റ് റെസൊണൻസ് പി ആവറേജ് പറഞ്ഞ വാല്യൂ എന്താണ്? സാധാരണഗതിയിൽ VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS. കോസ് ഫൈൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ് അറ്റ് റെസൊണൻസ്. ശരിയാണോ? എത്ര കിട്ടും? VRMS ഇൻറ്റു IRMS എന്ന് കിട്ടും. മനസ്സിലായ മക്കളെ? ഇതുപോലെ വ്യത്യസ്തമായ സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആവറേജ് പവറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നോക്കടാ, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എടുക്കുകയാണ്. ആവറേജ് പവർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞേ, ആവറേജ് പവർ വിച്ച് ഈസ് ഈക്വൽ ടു പറയാം VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. അറ്റ് പ്യുവർ റെസിസ്റ്റൻസ്
പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. അറ്റ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഫൈൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഓർമ്മയുണ്ടോ? ഗ്രാഫ് വരച്ചപ്പോൾ മനസ്സിലായി. വിയും വി ആർ ഐ ആംഗിൾ എത്രയാണ്? ഫൈൻ്റെ വാല്യൂ 0 ആണ്. ശരി, ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. അപ്പോൾ കോസ് ഇൻറ്റു ഫൈ എന്താണ്? ഈ ഫൈ എന്താണ്? ആക്ച്വലി ഫേസ് ഡിഫറൻസ് ആണ്. വോൾട്ടേജും കറണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്, ഫേസ് ഡിഫറൻസ് ആണ്. സോ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. സോ ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് 0 ആണ്. അങ്ങനെയെങ്കിൽ ആവറേജ് പവർ പി ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് 0 എന്ന് വരത്തില്ലേ? കോസ് 0 എത്രയാണ്? 1 ആണ്. സോ ആൻസർ എത്രയാണ്? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. സോ ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവറിന്റെ വാല്യൂ പറഞ്ഞു തന്നേ, വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. അതിന് കാരണം എന്താണ്? കോസ് ഫൈൽ ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടി, വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് കിട്ടി. അങ്ങനെയെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ നോക്കുക. അറ്റ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആവറേജ് പവർ എത്രയായിരിക്കും? പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എത്രയായിരിക്കും? കണ്ടുപിടിച്ച മക്കളെ. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. സോ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പി ആവറേജ് എത്രയാണ്? ഇക്വേഷൻ പറഞ്ഞു തന്നേ. നിങ്ങൾ പറയും സർ സിമ്പിൾ, വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ ആണ്. മക്കളെ ഫൈൻ്റെ വാല്യൂ എത്രയാണ്? ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഫൈൻ്റെ വാല്യൂ എത്രയാണ്? π/2 ആണ്. വോൾട്ടേജും കറണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? π/2 ആണ്. പഠിച്ചല്ലേ? വോൾട്ടേജും കറണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ π/2 ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ കോസ് π/2 എത്രയാണ് മക്കളെ? 0 ആണ്. സോ ഫുള്ള് 0 ആയി പോകത്തില്ലേ? ഇല്ലേ? 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ളും 0 ആയി പോകും. സോ ആവറേജ് പവർ എത്രയാണ്? നോക്ക്, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ഒഴുകി പോകുന്നുണ്ട്. ഒരു ഇൻഡക്ടറിന്റെ അകത്തൂടെ ആരൊഴുകി പോകുന്നുണ്ട്? കറണ്ട് ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പവർ ആവറേജ് പവർ എത്രയാണ്? ആവറേജ് പവറിന്റെ വാല്യൂ 0 ആണ്. സോ കറണ്ട് ഒഴുകി പോകുന്നെങ്കിലും ഈ കറണ്ട് വർക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് പവറിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ അതിന്റെ മീനിങ് എന്താണ്? ഒരു ഇൻഡക്ടറിന്റെ അകത്തൂടെ കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഇൻഡക്ടർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. പവറിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ഇൻഡക്ടറിലൂടെ ആരാ കടന്നു പോകുന്നേ? എ സി കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഇവൻ ഒരിക്കലും എന്തും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല? ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതിന്റെ വർക്കിന്റെ വാല്യൂ 0 ആയിരിക്കും, അല്ലേ? അതുകൊണ്ട് അതിന്റെ പവറിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഈ കറണ്ട് കടന്നു പോയിട്ടും ആരുടെ വാല്യൂ 0 ആണ്? പവറിന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഈ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ കറണ്ട്. ഐഡിയൽ കറണ്ട്. അതിന് മറ്റൊരു പേരുണ്ട് വാട്ട് ലെസ് കറണ്ട്. സോ കറണ്ട് കടന്നു പോകണമെങ്കിലും ഈ കറണ്ടിന് പവർ ജനറേഷൻ പറ്റുമോ? ഇല്ല. ഈ കറണ്ടിന് പവർ ഒന്നും ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അത്രയും കറണ്ടിനെ വിളിക്കുന്ന പേരാണ് വാട്ട് ലെസ് കറണ്ട്. പവർ, അതായത് അത്രയും കഴിവില്ല, അതിന് പവർ ജനറേറ്റ് ചെയ്യാൻ കഴിവില്ല, അതിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ല. അതുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. സോ ഒരു പ്യുവർ ഇൻഡക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്താണ്? വാട്ട് ലെസ് കറണ്ട് ആണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഇതുപോലെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, കപ്പാസിറ്റർ എടുക്കുക, ഒരു പ്യുവർ കപ്പാസിറ്ററിലൂടെ കറണ്ടിനെ കടത്തിവിടുക, അവിടുത്തെ ആവറേജ് പവർ കണ്ടുപിടിക്കുക. കപ്പാസിറ്ററിന്റെ കേസിൽ നോക്കൂ മക്കളെ. കപ്പാസിറ്ററിന്റെ കേസിൽ പറഞ്ഞേ, കപ്പാസിറ്ററിന്റെ കേസിൽ പ്യുവർ കപ്പാസിറ്റർ, പ്യുവർ കപ്പാസിറ്റർ, കപ്പാസിറ്റീവ് സർക്യൂട്ട്. ആവറേജ് പവർ പറഞ്ഞു നീ പി ആവറേജ് കണ്ടുപിടിച്ചേ. നിങ്ങൾ പറയും സാർ അത് വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ ആണ്. സോ ഈ പ്യുവർ കപ്പാസിറ്റി സർക്യൂട്ടിലും ഫൈ എത്രയാണ്? π/2 ആണ്, 90 ആണ്. സോ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം 0 ആയിട്ട് മാറും. അതായത് പി ആവറേജ് എത്രയായിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. ആരുടെ കേസിലും? പ്യുവർ കപ്പാസിറ്റി സർക്യൂട്ടിലും. അതായത് അതിന്റെ മീനിങ് എന്താണ്? കപ്പാസിറ്ററിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്, അല്ലേ? എ സി കടത്തിവിടുന്നതിന്റെ ഫലമായിട്ട് കറണ്ട് കടന്നു പോകുന്നുണ്ട്. പക്ഷെ പവർ ഉണ്ടാവുന്നുണ്ടോടാ? പവർ ഉണ്ടോ ഇതിന്? ഇല്ല, പവർ ഇല്ല.
അപ്പോൾ ഈ കറണ്ട് വിളിക്കുന്ന പേരെന്താണ്? പവർ ഉണ്ടാക്കാത്ത കറണ്ട്. ഹീറ്റ് ഫോർമേഷൻ നടക്കുമോ? ഒരു കപ്പാസിറ്ററിലൂടെ കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട്, AC കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഹീറ്റ് ഫോർമേഷൻ നടക്കുമോ? ഇല്ല. അതിന് പവർ വർക്ക് ചെയ്യാൻ കഴിയുമോ ഈ കറണ്ടിന്? ഇല്ല. അപ്പം ഈ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് വാട്ട്ലെസ് കറണ്ട്. മക്കളെ മനസ്സിലായോടാ? വാട്ട്ലെസ് കറണ്ട്. ശരി, അങ്ങനെയെങ്കിൽ പറഞ്ഞ് എന്താണ് വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്? നിങ്ങൾ പറയും സർ, വാട്ട്ലെസ് കറണ്ട് ഉണ്ടാവുന്നത് 2 സന്ദർഭങ്ങളിലാണ്. ഒന്ന്, ഒരു പ്യുവർ കപ്പാസിറ്റീവ് അല്ലെങ്കിൽ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലൂടെ ആര് കടന്നു പോകണം? കറണ്ട് കടന്നു പോകണം. അപ്പോൾ ആ കറണ്ട് ഉണ്ടാക്കുന്ന ആവറേജ് പവറിന്റെ വാല്യൂ എത്രയായിരിക്കും? ആവറേജ് പവറിന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയെങ്കിൽ ഈ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഐഡിയൽ കറണ്ട് അല്ലെങ്കിൽ വാട്ട്ലെസ് കറണ്ട്. സോ ഒരു കപ്പാസിറ്ററിലൂടെ കറണ്ട് കടന്നു പോവുകയാണ്, AC കറണ്ട് കടന്നു പോവുകയാണ്, പക്ഷേ അതുണ്ടാക്കുന്ന ആവറേജ് പവറിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. കറണ്ട് കടന്നു പോയിട്ടും ഉണ്ടാവുന്നില്ല, പവർ ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഐഡിയൽ കറണ്ട് അല്ലെങ്കിൽ വാട്ട്ലെസ് കറണ്ട്. Even though the current is passing through a pure inductor or a capacitor, the power which generated through the current becomes 0. This current is called എന്തെന്ന് പറയും? ഐഡിയൽ കറണ്ട് അല്ലെങ്കിൽ നമ്മളുടെ വാട്ട്ലെസ് കറണ്ട് എന്ന് പറയും. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ സർക്യൂട്ടിൽ ആവറേജ് പവർ എന്താണെന്ന് പറയാൻ പഠിച്ചു. വ്യത്യസ്തമായ സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ അനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ കോസ് ഫൈ കണ്ടുപിടിച്ചാണെങ്കിൽ ആവറേജ് പവറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അതുപോലെയാണെങ്കിൽ റെസൊണൻസ് സമയത്തെയും നിങ്ങൾക്കാണെങ്കിൽ പവർ ഫാക്ടറിന്റെ വാല്യൂ 1 കിട്ടി, ആവറേജ് പവറിന്റെ വാല്യൂ VRMS × IRMS എന്നും മനസ്സിലായി. ഓക്കെ ആണോ മക്കൾ? ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പലപ്പോഴായി നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്തിട്ടാണ് ഈ ഓരോ ടോപ്പിക്കും എടുത്തിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ട് ഇതിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ആണെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷമാണെങ്കിൽ ആപ്പിൽ ധാരാളം ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ ആദ്യമേ തിയറി പഠിക്കുക, ആപ്പിൽ പോവുക, ആപ്പിൽ ധാരാളം ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, ആ ക്വസ്റ്റ്യൻസ് ഓരോന്നായി പ്രാക്ടീസ് ചെയ്യുക. അതിൽ ഓരോന്നായി അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈപ്പ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ മക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത കോൺസെപ്റ്റ് നമുക്ക് കാണാം. സോ ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.